കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആട്രിബ്യൂട്ടുകളെക്കുറിച്ച് പഠിച്ചിരുന്നു അല്ലേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വേരിയബിൾസിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് വേരിയബിൾ എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. എ വേരിയബിൾ ഈസ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ആട്രിബ്യൂട്ട് ദാറ്റ് ഈസ് ബീങ് മെഷേർഡ് ഓർ ഒബ്സർവ്ഡ്. അപ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന, നമ്മളൊരു പഠനത്തിൻ്റെ ഭാഗമായിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന, നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് നമ്മൾ വേരിയബിൾ എന്ന് പറയുന്നത്. ഇനി വേരിയബിൾ എന്ന് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് വേരിയബിൾസ് ക്യാൻ ടേക്ക് ഓൺ ഡിഫറെൻറ്റ് വാല്യൂസ് ഓർ ലെവൽസ്. ഈ വേരിയബിൾസ് എന്ന് വെച്ചാൽ അത് വേരി ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളതാണ്. അതായത് പേഴ്സൺ ടു പേഴ്സൺ അല്ലെങ്കിൽ സിറ്റുവേഷൻ ടു സിറ്റുവേഷൻ ഈ വേരിയബിൾസ് മാറിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് അതിനെ വേരിയബിൾസ് എന്ന് വിളിക്കാനുള്ള കാരണം. ആൻഡ് ദേ ആർ ഓഫൺ യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ഓർ എക്സ്പ്ലെയിൻ എ പർട്ടിക്കുലർ ഫിനോമിനൻ ഓർ റിലേഷൻഷിപ്പ്. ഒരു പ്രത്യേക പ്രതിഭാസത്തെക്കുറിച്ച് നമുക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് പഠിക്കാനൊക്കെ ആയിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള വേരിയബിൾസ് എടുക്കാറുണ്ട്. അപ്പോൾ വേരിയബിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് വിച്ച് ക്യാൻ ബി മെഷേർഡ് ഓർ ഒബ്സർവ്ഡ് അല്ലേ. അതുപോലെ തന്നെ ഇറ്റ് ക്യാൻ ചേഞ്ച് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ ഓർ സിറ്റുവേഷൻ ടു സിറ്റുവേഷൻ, അതായത് വേരി ചെയ്തുകൊണ്ടിരിക്കും. അതിനെയാണ് വേരിയബിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് 18 വയസ്സോ അല്ലെങ്കിൽ 25 വയസ്സോ 60 വയസ്സെന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഇങ്ങനെ ഡിഫറെൻറ്റ് ഏജസ് ആയിരിക്കും അല്ലേ. ഓരോ പേഴ്സണും വ്യത്യസ്ത ഏജസ് ആയിരിക്കും. അതുപോലെ തന്നെ ഇൻകം ലെവൽ വ്യത്യാസം ഉണ്ടാകും അല്ലേ. ഇറ്റ് വേരീസ് അക്രോസ് പീപ്പിൾ അല്ലേ. പല ആളുകളും പല ഇൻകം ആയിരിക്കും ഉണ്ടായിരിക്കുക. അല്ലെങ്കിൽ സേവിങ്സിൽ വ്യത്യാസം ഉണ്ടാകാം, പ്രോഫിറ്റ് ഓർ ലോസിൽ വ്യത്യാസം ഉണ്ടാകാം അല്ലേ, ഹൈറ്റിൽ വ്യത്യാസം ഉണ്ടാകും, വെയിറ്റിൽ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഇതെല്ലാം വേരിയബിൾസ് ആണ്. കാരണം ഇറ്റ് ക്യാൻ ടേക്ക് ഡിഫറെൻറ്റ് വാല്യൂസ് അല്ലേ. വ്യത്യസ്ത വാല്യൂസ് ആയിരിക്കും വ്യത്യസ്ത ആളുകൾക്ക് ഉണ്ടായിരിക്കാനുള്ള സാധ്യതയുള്ളത്. ഈ വേരിയബിൾസ് കൂടാതെ നമുക്ക് കോൺസ്റ്റൻ്റ് എന്ന് പറയുന്ന ഒരു കാര്യങ്ങളൊക്കെ. അത് വേരിയബിൾസ് എന്ന് വെച്ചാൽ വേരി ചെയ്തുകൊണ്ടിരിക്കും. കോൺസ്റ്റൻ്റ് എന്ന് വെച്ചാൽ എന്താണ്, അത് സ്ഥിരമായിട്ട് നിൽക്കും അല്ലേ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു സ്കൂളിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ ആ സ്കൂളിൻ്റെ പേരെന്ന് പറഞ്ഞാൽ അവിടെ കോൺസ്റ്റൻ്റ് ആണ്. പക്ഷേ അവിടുത്തെ കുട്ടികൾ, അവരുടെ ഏജ്, അവരുടെ വെയിറ്റ്, ഹൈറ്റ്, അതെല്ലാം എന്താണ്, വേരിയബിൾസ് ആണ് അല്ലേ. അതായത് സ്കൂളിൻ്റെ പേരിന് മാറ്റം വരുന്നില്ല, പക്ഷേ അതിനകത്തുള്ള ആളുകളുടെ ഏജും അതുപോലുള്ള കാര്യങ്ങളൊക്കെ എല്ലാം എന്താണ്, വേരി ചെയ്തുകൊണ്ടിരിക്കും. അതെല്ലാമാണ് ഇപ്പോൾ വേരിയബിൾസ് എന്ന് പറയുന്നത് അല്ലേ. സ്കൂളിൻ്റെ പേര് ഇവിടെ കോൺസ്റ്റൻറ്റും. അപ്പോൾ നമുക്ക് നോക്കാം ടൈപ്സ് ഓഫ് വേരിയബിൾസ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് റിസർച്ച്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിലും റിസർച്ചിലൊക്കെ നമ്മൾ പലതരത്തിലുള്ള വേരിയബിൾസ് ഉപയോഗിക്കാറുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. നമുക്ക് നോക്കാം. ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നും ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്താണെന്ന് ഇത് നമുക്ക് കമ്പയർ ചെയ്തുകൊണ്ട് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അല്ലേ. ഇത് നമ്മൾ കമ്പയർ ചെയ്ത് തന്നെ പഠിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് വെച്ചാൽ ആദ്യം എന്താ നോക്കുക, എ വേരിയബിൾ ദാറ്റ് ഈസ് മാനിപ്പുലേറ്റഡ് ഓർ ചേഞ്ച്ഡ് ബൈ ദി റിസർച്ചർ ടു ഒബ്സർവ് ഇറ്റ്സ് എഫക്റ്റ് ഓൺ ദി ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഈസ് കോൾഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. അതായത് രണ്ട് തരത്തിലുള്ള വേരിയബിളുണ്ട്, ഡിപ്പെൻഡൻറ്റ് വേരിയബിളുണ്ട്, ഇൻഡിപെൻഡൻറ്റ് വേരിയബിളുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു എക്സാമിനേഷൻ്റെ കിട്ടാൻ സാധ്യതയുള്ള മാർക്ക്, എക്സാം സ്കോറും ഒപ്പം തന്നെ സ്റ്റഡി അവേഴ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് പഠിക്കാമെന്ന് വിചാരിക്കുക. അതായത് നമ്മൾ എത്രമാത്രം കൂടുതൽ സ്റ്റഡിക്ക് വേണ്ടി ചിലവഴിക്കുന്നോ അതിനനുസരിച്ച് എക്സാമിൻ്റെ സ്കോറിൽ മാറ്റം വരുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ. അപ്പോൾ രണ്ട് വേരിയബിൾസാണ് അവിടെ ഉള്ളത്. ഒന്ന് സ്റ്റഡി അവേഴ്സ്, രണ്ട് എക്സാമിൻ്റെ സ്കോർ അല്ലേ, എക്സാമിന് കിട്ടുന്ന മാർക്ക്. അപ്പോൾ ഇവിടെ ഇതിലേതാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, ഏതാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ? അതായത് നമ്മൾ സ്റ്റഡി അവേഴ്സ് കൂടുന്നതനുസരിച്ച് അല്ലെങ്കിൽ സ്റ്റഡി അവേഴ്സ് കുറയുന്നതനുസരിച്ച് എക്സാമിൻ്റെ മാർക്കിൽ മാറ്റം വരുന്നു എന്നുള്ളൊരു അസംഷനിലാണ് നമ്മളതിനെക്കുറിച്ച് പഠിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റഡി അവേഴ്സ് എന്ന് പറയുന്നത് അത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും എക്സാമിൻ്റെ സ്കോർ എന്ന് പറയുന്നത് ഡിപ്പെൻഡൻറ്റ് വേരിയബിളുമാണ്. അതായത് എക്സാമിൻ്റെ സ്കോർ ആശ്രയിച്ചിരിക്കുന്നത് എത്രമാത്രം പഠിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലേ. ഇപ്പോൾ സ്റ്റഡി അവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ എന്താണ്, ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ്. അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നു. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് കാരണം എക്സാമിൻ്റെ സ്കോർ കൂടുന്നു അല്ലെങ്കിൽ കുറയുന്നു അല്ലേ. സ്റ്റഡി അവേഴ്സ് കുറയുമ്പോൾ എക്സാമിൻ്റെ സ്കോർ കുറയാനുള്ള സാധ്യതയുണ്ട്. കൂടുകയാണെങ്കിൽ അതിനനുസരിച്ച് എക്സാമിൻ്റെ സ്കോർ കൂടുകയും ചെയ്യും അല്ലേ. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് വേരിയബിളിനെയാണോ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ചേഞ്ച് ചെയ്തുകൊണ്ട്, ഇപ്പം നമുക്ക് സ്റ്റഡി അവേഴ്സ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആയിട്ടുള്ള എക്സാമിൻ്റെ സ്കോറിൽ മാറ്റം വരുത്താൻ സാധിക്കും അല്ലേ. അതായത് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ മാറ്റം വരുത്താൻ സാധിക്കുന്ന ആ ഒരു വേരിയബിളിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമുക്ക് പ്രെഡിക്റ്റർ വേരിയബിൾ എന്നും ട്രീറ്റ്മെൻറ്റ് വേരിയബിൾ എന്നും പല പേര് അത് അറിയപ്പെടുന്നുണ്ട്. ഇനി ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്താണെന്നാണ് നമ്മൾ നോക്കുക. ഈ ഒരു ഉദാഹരണത്തിൽ തന്നെ നമുക്ക് മനസ്സിലായി ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഏതാണെന്നുള്ളത് അല്ലേ. അതായത് എക്സാമിൻ്റെ സ്കോറാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആയിരിക്കുന്നത്. അതായത് അതിലുണ്ടാകുന്ന ചേഞ്ച് എന്ന് പറയുന്നത് മറ്റൊരു വേരിയബിളിനുണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ചാണ് അല്ലേ. എ വേരിയബിൾ ദാറ്റ് ഈസ് ബീങ് മെഷേർഡ് ഓർ ഒബ്സർവ്ഡ് ഇൻ റെസ്പോൺസ് ടു ചേഞ്ച് മെയ്ഡ് ടു ദി ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനുണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ച് മറ്റേതൊരു വേരിയബിളിലാണോ മാറ്റം ഉണ്ടാകുന്നത് ആ വേരിയബിളിനെയാണ് നമ്മൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഔട്ട്കം വേരിയബിൾ, റെസ്പോൺസ് വേരിയബിൾ.
അങ്ങനെ രണ്ട് പേരുകൾ കൂടി ഈ ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ അറിയപ്പെടുന്നുണ്ട്. നമുക്ക് എക്സാമ്പിളോടെ നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇത് എഫക്റ്റ് ഓഫ് സ്റ്റഡി ടൈം ഓൺ എക്സാം സ്കോർ അല്ലേ. സ്റ്റഡി ടൈമും എക്സാം സ്കോറും തമ്മിലുള്ള ബന്ധം അല്ലേ. അപ്പോൾ എക്സാം സ്കോർ ഇവിടെ എന്താണ്, ഇവിടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിളാണ്, ഇവിടെ സ്റ്റഡി ടൈം എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ് അല്ലേ. അതായത് സ്റ്റഡി ടൈം ഈസ് ദി ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് എക്സാം സ്കോർ ഈസ് ദി ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ഹിയർ എക്സാം സ്കോർ ഡിപ്പെൻഡ്സ് ഓൺ സ്റ്റഡി ടൈം അല്ലേ. എക്സാമിൻ്റെ സ്കോർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിപ്പെൻഡഡ് അപ്പോൺ സ്റ്റഡി ടൈം, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അതുകഴിഞ്ഞ് മറ്റൊരു എക്സാമ്പിൾ ഓർത്തിരിക്കുക, ഇത് എഫക്റ്റ് ഓഫ് എക്സർസൈസ് ഓൺ വെയിറ്റ് ലോസ് അല്ലേ. അപ്പോൾ എക്സർസൈസ് ചെയ്യുന്നത് വഴി നമുക്ക് വെയിറ്റ് ലോസ് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇവിടെ വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് എന്താണ്, ഡിപ്പെൻഡൻറ്റ് വേരിയബിളാണ്. ഇറ്റ് ഈസ് ഡിപ്പെൻഡൻറ്റ് അപ്പോൺ ദി എക്സർസൈസ് അല്ലേ. എക്സർസൈസ് ചെയ്യുന്നത് മൂലമാണ് നമുക്ക് വെയിറ്റ് ലോസ് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുക. അപ്പോൾ ആ ഒരു രണ്ട് ഉദാഹരണങ്ങൾ കൂടി ഓർത്തിരിക്കുക. ഇനി മറ്റൊരു എക്സാമ്പിളാണ്, മറ്റൊരു വേരിയബിളാണ് കേട്ടോ, മറ്റൊരു വേരിയബിളാണ് എക്സ്ട്രേനിയസ് വേരിയബിൾ എന്ന് പറയുന്നത്. അതുകൂടാതെ നമുക്ക് കൺട്രോൾ വേരിയബിൾ എന്താണെന്നും നമ്മൾക്ക് പ്രധാനമായിട്ടും പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ എക്സ്ട്രേനിയസ് വേരിയബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ നോക്കുക, എ വേരിയബിൾ ദാറ്റ് ഈസ് നോട്ട് ഓഫ് ഇൻട്രസ്റ്റ് ടു ദ റിസർച്ചേഴ്സ് ബട്ട് മേ അഫക്റ്റ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ കുറിച്ചും ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ കുറിച്ചാണ്. പക്ഷേ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മറ്റേതെങ്കിലും വേരിയബിൾസ് ഉണ്ടായിരിക്കാം. നമ്മുടെ പ്രധാന ഇൻട്രസ്റ്റിംഗ് ഏരിയ അല്ല, നമ്മുടെ പഠന വിഷയമല്ല ഇത്തരം വേരിയബിൾ. പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെയും ഡിപ്പെൻഡൻറ്റ് വേരിയബിളിലേക്ക് അഫക്റ്റ് ചെയ്യുന്ന മറ്റേതെങ്കിലും വേരിയബിൾസ് ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എക്സ്ട്രേനിയസ് വേരിയബിൾസ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഒരു ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം എന്താണ് എക്സ്ട്രേനിയസ് വേരിയബിൾ എന്നുള്ളത്. നമുക്ക് അതിനെക്കുറിച്ച് ഉദാഹരണം വെച്ച് തന്നെ നമുക്ക് പഠിക്കാവുന്ന കേസേ ഉള്ളൂ. അതായത് നമ്മൾ വർക്കിംഗ് അവേഴ്സ്, നമ്മൾ സ്റ്റഡി ടൈമിനെ കുറിച്ചും ഒപ്പം തന്നെ എക്സാം സ്കോറിനെ കുറിച്ചും നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഇവിടെ സ്റ്റുഡൻറ്റിൻ്റെ ഹെൽത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണല്ലേ. അയാൾ ധാരാളം ഇരുന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അയാളുടെ ഹെൽത്ത് പ്രോബ്ലംസ് അയാളെ പിന്നോട്ട് വലിക്കുന്നു അല്ലേ. അല്ലെങ്കിൽ അയാളുടെ സ്ലീപ്പിൻ്റെ ക്വാളിറ്റി, അയാൾ ഉറങ്ങുന്ന സമയം അല്പം പോലും അയാൾ നല്ല രീതിയിലല്ല ഉറങ്ങുന്നത്, ഇടയ്ക്കിടയ്ക്ക് ഉണരുന്നു. അപ്പോൾ അങ്ങനെയുള്ള നല്ലൊരു ഉറക്കം ലഭിക്കുന്നില്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾ പഠനത്തെ ബാധിക്കാമല്ലോ. അതായത് നമ്മൾ സ്റ്റഡി ടൈം എത്ര അവേഴ്സ് വർക്ക് ചെയ്യുന്നു എന്നുള്ളത് മാത്രമല്ല, മറ്റ് പല കാരണങ്ങളും എക്സാമിൻ്റെ സ്കോറിനെ ബാധിക്കുന്നുണ്ടല്ലേ. ആ മറ്റ് പല കാരണങ്ങളാണ് ഇവിടെ എക്സ്ട്രേനിയസ് വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു ഉദാഹരണം സഹിതം ഓർത്തിരിക്കാം നമുക്കതിന്. ഇനി നമുക്ക് കൺട്രോൾ വേരിയബിൾ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. കൺട്രോൾ വേരിയബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ബീങ് കൺട്രോൾഡ് ടു പ്രിവെൻറ്റ് ഇറ്റ് ഫ്രം അഫക്റ്റിംഗ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഈസ് കോൾഡ് കൺട്രോൾ വേരിയബിൾ. അതായത് നമുക്ക് കൺട്രോൾ വേരിയബിളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ അതിനെ ആ റിലേഷൻഷിപ്പിനെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ മറ്റേതെങ്കിലും വേരിയബിളിനെ നമ്മൾ കൺട്രോൾ ചെയ്ത് നിർത്തുന്നുണ്ടെങ്കിൽ അതിനെയാണ് കൺട്രോൾ വേരിയബിൾ എന്ന് പറയുന്നത്. അതായത് ചില വേരിയബിൾസിനെ നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് നിർത്തേണ്ടതുണ്ട്. ഈ മറ്റ് രണ്ട് വേരിയബിൾ തമ്മിലുള്ള ഇൻഡിപെൻഡൻറ്റ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ തമ്മിലുള്ള ബന്ധം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി മറ്റ് ചില വേരിയബിൾസിനെ നമുക്ക് മനഃപൂർവ്വം നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് നിർത്തും. അപ്പോൾ നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ ആദ്യം പറഞ്ഞ പോലെ എക്സർസൈസും വെയിറ്റ് നമ്മൾ ലോസും അല്ലേ. ആ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ഡയറ്റ് എന്ന് പറയുന്നത് നമ്മൾ കൺട്രോളിൽ നിർത്തും. എങ്കിൽ മാത്രമേ നമുക്ക് ഡയറ്റ് കൺട്രോളിൽ നിർത്താതെ നമ്മൾ എത്രമാത്രം എക്സർസൈസ് ചെയ്താലും വെയിറ്റ് ലോസ് ഉണ്ടാകണമെന്നില്ല അല്ലേ. അപ്പോൾ ഡയറ്റ് ഒരേപോലെ നിർത്തിക്കൊണ്ട് നമ്മൾ എക്സർസൈസ് ചെയ്യും, പിന്നീട് നമുക്ക് വെയിറ്റ് ലോസ് ഉണ്ടാകുകയും ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുക അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു വേരിയബിളിനെയാണ് നമ്മളപ്പോൾ എന്ത് പറയുക, അപ്പോൾ ഡയറ്റിനെ നമുക്ക് എന്ത് വിളിക്കുക ഇവിടെ കൺട്രോൾ വേരിയബിൾ എന്ന് പറയാം അല്ലേ. ബാക്കിയുള്ള ഡിപ്പെൻഡൻറ്റ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് പഠിക്കാൻ വേണ്ടി അതിനെ ബാധിക്കുന്ന മറ്റൊരു വേരിയബിളിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, അതിനെ ഒരു കൺട്രോളിൽ നിർത്തുകയാണ് അല്ലേ. അപ്പോൾ ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തുമായിട്ട് മാറുന്നു, കൺട്രോൾ വേരിയബിളായിട്ട് മാറുന്നു. ഇനി നമുക്ക് ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്താണെന്നുള്ളത് നോക്കാം. ഡിസ്ക്രീറ്റ് വേരിയബിൾ, അപ്പോൾ ഡിസ്ക്രീറ്റ് വേരിയബിൾ അതായത് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് വേരിയബിൾസ് ആർ ടു കൈൻഡ്സ്, നെയിംലി ഡിസ്ക്രീറ്റ് വേരിയബിൾസ് ആൻഡ് കണ്ടിന്യൂസ് വേരിയബിൾസ്. പ്രധാനമായിട്ടും നമുക്ക് മറ്റ് രണ്ട് രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ കൂടിയുണ്ട്. ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്നും കണ്ടിന്യൂസ് വേരിയബിൾ എന്ന മറ്റ് രണ്ട് രീതിയിലുള്ള ക്ലാസിഫിക്കേഷനും ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് വേരിയബിൾ വിച്ച് ടേക്ക് ഓൺലി ഫിനീറ്റ് ഓർ ഡീന്യൂമറബിൾ നമ്പർ അല്ലേ. മെനി ഡിസ്റ്റിങ് വാല്യൂസ് ആർ നോൺ ആസ് ഡിസ്ക്രീറ്റ് വേരിയബിൾ. അപ്പോൾ ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്ന് ഇത്രയേ ഉള്ളൂ. ഡിസ്ക്രീറ്റ് വേരിയബിൾ ടേക്സ് ഓൺലി ഫിക്സഡ് ഓർ കൗണ്ടബിൾ വാല്യൂസ് അല്ലേ. കൗണ്ട് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലേ. കൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഫിക്സഡ് ആയിട്ടുള്ള ആ വേരിയബിൾസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഇവിടെ ഡിസ്ക്രീറ്റ് വേരിയബിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ അതായത് നമുക്ക് ഡെസിമൽ പോയിൻ്റ് കിട്ടുന്നു അതിന് പറയാൻ പറ്റില്ല, ഹോൾ നമ്പർ ആയിരിക്കും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ നമ്പർ ഓഫ് പേഷ്യൻസ് ഇൻ ഒരു ഹോസ്പിറ്റലിലെ പേഷ്യൻസിനെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും 13 അല്ലെങ്കിൽ 15 അല്ലെങ്കിൽ 100 എന്നൊക്കെ പറയാൻ പറ്റും അല്ലേ. അല്ലെങ്കിൽ 13.5 17.5 അങ്ങനെ പോയിൻ്റ് ഡെസിമലിലിട്ട് നമുക്ക് ഇത്ര ആളുകളുടെ എണ്ണത്തെപ്പറ്റി പറയാൻ വേണ്ടി സാധിക്കില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് അതെന്താണ്, അത് ഡിസ്ക്രീറ്റ് വേരിയബിളാണ്. അല്ലെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ്, ഒരു ക്ലാസ്സിലെ സ്റ്റുഡൻസിൻ്റെ എണ്ണം 120 എന്ന് പറയുകയാണെങ്കിൽ അതെന്തായി മാറി, ഡിസ്ക്രീറ്റ് വേരിയബിളായി മാറി അല്ലേ. ഒരു ഹോട്ടലിലെ റൂംസിൻ്റെ എണ്ണം, അപ്പോൾ അതായത് നമുക്ക് ഡെസിമൽ ഫോമിൽ പറയാൻ പറ്റാത്ത ഫിക്സഡ് ആയിട്ടുള്ള
അല്ലേ? അത്തരത്തിലുള്ള വാല്യൂസിനെയാണ് നമ്മൾ ഡിസ്ക്രീറ്റ് വേരിയബിൾസ് എന്ന് പറയുന്നത്. ഇനി കണ്ടിന്യൂസ് വേരിയബിൾസിലേക്ക് വരികയാണെങ്കിലോ, കണ്ടിന്യൂസ് വേരിയബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു റേഞ്ച് ഓഫ് വാല്യൂസ് ആയിരിക്കും, കൃത്യമായിട്ടുള്ള ഒരു എണ്ണമായിരിക്കില്ല പറഞ്ഞിരിക്കുന്നത്, അല്ലേ? ഒരു ഫിക്സഡ് നമ്പർ ആയിരിക്കില്ല പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് അസ്യൂം ഓൾ വാല്യൂസ് വിത്തിൻ എ സർട്ടൺ ഇൻ്റർവൽ, ഒരു സർട്ടൺ ഇൻ്റർവൽ, അതായത് 10 മുതൽ 20 വരെ, 20 മുതൽ 30 വരെ, അതിന് ഇടയ്ക്കുള്ള ഏത് വാല്യൂ ആകും, അല്ലേ? അപ്പോൾ അത്തരത്തിലുള്ള വേരിയബിളിനാണ് നമ്മൾ കണ്ടിന്യൂസ് വേരിയബിൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഹൈറ്റ് ഒരു എക്സാമ്പിളാണ്, അല്ലേ? അതായത് 165.5 സെൻറ്റിമീറ്റർ അങ്ങനെ പറയാം, അല്ലേ? അതായത് 160ക്കും 166നും ഇടയ്ക്കുള്ള ഒരു വാല്യൂ, അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു പർട്ടിക്കുലർ റേഞ്ചിലുള്ള കാര്യങ്ങൾ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതുകൂടാതെ വെയിറ്റ് വേണേൽ പറയാം, അല്ലേ? 52.3 എന്ന് വേണേൽ പറയാം. നമുക്ക് ഡിസ്ക്രീറ്റ് വേരിയബിൾ അങ്ങനെ പറയാൻ പറ്റില്ല, ഹോൾ നമ്പർ ആയിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ കണ്ടിന്യൂസ് വേരിയബിൾ എന്താണ്, അത് പോയിൻ്റ് വൈസും ആകാം, അല്ലേ? അതൊരു ക്ലാസ് ഇൻ്റർവൽസ് വെച്ചുകൊണ്ട് നമുക്കതിനെ ഡിനോട്ട് ചെയ്യാം. ഇപ്പോൾ വെയിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 50 കിലോയ്ക്കും 60 കിലോയ്ക്കും ഇടയ്ക്കുള്ള ഇത്ര ആളുകൾ. അപ്പോൾ 50-60 എന്നുള്ളത് അവിടെ എന്തായി മാറുന്നു, അവിടെ ഇതൊരു കണ്ടിന്യൂസ് വേരിയബിൾ ആണ്, അല്ലേ? ഇപ്പോൾ ടെമ്പറേച്ചർ ആണെങ്കിൽ 36.6 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതൊക്കെ എന്താണ്, കണ്ടിന്യൂസ് വേരിയബിൾ ആണ്. അതുകൂടാതെ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾസ്, ക്വാളിറ്റേറ്റീവ് വേരിയബിൾസിനോടും തരംതിരിക്കാറുണ്ട്. നമുക്ക് ന്യൂമറിക്കലായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന വേരിയബിൾസിന് ഏജ്, ഹൈറ്റ്, വെയിറ്റ്, അതെല്ലാം എന്താണ്, ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിളാണ്. നമുക്കങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത നോൺ ന്യൂമറിക്കലായിട്ട് വേരിയബിൾസിനെ, മെഷർ ചെയ്യാൻ പറ്റാത്ത നോൺ ന്യൂമറിക്കലായിട്ട് വേരിയബിൾസിനെ, അതായത് കളറ്, ടെക്സ്ചറുകൾ, ഒപ്പീനിയന്, അതിലെല്ലാം എന്താണ്, ക്വാളിറ്റേറ്റീവ് വേരിയബിൾസ് ആണല്ലേ. ഇനി നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വേരിയബിൾസ് നോക്കാം. ക്യാരക്ടറിസ്റ്റിക്സ് ഒന്നാമത്തത് റെലവൻസ് ആണ്. നമ്മൾ ആദ്യം പറഞ്ഞിരിക്കുന്ന പോലെ ആട്രിബ്യൂട്ട്സിൽ നമ്മൾ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് കണ്ടുപോലെ ഇവിടെയും കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സുകളുണ്ട്. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ റെലവൻസ് ആണ്. ഇത് വേരിയബിൾ ഷുഡ് ബി റെലവൻറ്റ് ടു ദി പ്രോബ്ലം, അല്ലേ? അത് നമ്മൾ സ്റ്റഡി ചെയ്യുന്ന വേരിയബിൾസുമായിട്ട് റെലവൻ്റ് ആയിട്ടുള്ള, സ്റ്റഡി ചെയ്യുന്ന പ്രോബ്ലമായിട്ട് റെലവൻ്റ് ആയിട്ടുള്ള വേരിയബിൾ ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, അല്ലേ? നമ്മളൊരു സ്റ്റുഡൻറ്റിൻ്റെ അക്കാഡമിക് പെർഫോമൻസിനെ കുറിച്ചാണ് പഠിക്കുന്നതെങ്കിൽ അപ്പോൾ അവിടെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ, റെലവൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ ചോദിക്കേണ്ടത്, അല്ലേ? അപ്പോൾ അതിനെയാണ് നമ്മൾ റെലവൻസ് എന്ന് പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ അവിടെ നമുക്ക് എക്സാം സ്കോർ എന്ന് പറയുന്നത് റെലവൻ്റ് ആണല്ലേ, അല്ലാണ്ട് അദ്ദേഹത്തിൻ്റെ ഷൂ സൈസ് എത്രയാണ്, അത്രയും കാര്യങ്ങളൊന്നും റെലവൻ്റ് അല്ലല്ലോ. അപ്പം വേരിയബിൾസ് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ റെലവൻ്റ് ആയിട്ടുള്ള വേരിയബിൾസാണ് എടുക്കേണ്ടത്. രണ്ടാമത് പറഞ്ഞിരിക്കുന്ന ആക്യുറസിയെക്കുറിച്ചാണ്. ദ വേരിയബിൾ ഷുഡ് ബി ആക്യുറേറ്റ് ആൻഡ് ഫ്രീ ഫ്രം എറേഴ്സ്, അല്ലേ? ആട്രിബ്യൂട്ട്സിൻ്റെ നമ്മൾ കേസിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന വേരിയബിൾസും അത് കറക്റ്റായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതാണ്. ഒപ്പം തന്നെ അത് നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് റെക്കോർഡ് ചെയ്യുമ്പോഴൊക്കെ മിസ്റ്റേക്കുകളൊന്നും സംഭവിക്കാൻ പാടില്ല, അല്ലേ? അപ്പോൾ നമ്മുടെ ഏജ്, നമ്മൾ 21 എന്നുള്ള ഏജ് നമ്മൾ ബൈ മിസ്റ്റേക്ക് നമ്മൾ 31 എന്ന് എഴുതി കഴിഞ്ഞാൽ അതൊരു എററാണല്ലേ, നോട്ട് ആക്യുറേറ്റ് ആണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. അതിന് കംപ്ലീറ്റ്നെസ് ഉണ്ടായിരിക്കണം. നമുക്ക് ഏതൊക്കെ വാല്യൂസാണ് നമ്മൾ, ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ, വേരിയബിൾസാണ് നമ്മൾ പഠിക്കുന്നത്, പേജിനെ കുറിച്ച്, ജെൻഡറിനെ കുറിച്ച്, ഇൻകത്തെക്കുറിച്ചൊക്കെ നമ്മൾ അത്തരത്തിലുള്ള വേരിയബിൾസൊക്കെയാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ആ ഒരു എല്ലാ വേരിയബിൾസും നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റയിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്, അല്ലേ? കംപ്ലീറ്റ്നെസ് ഉണ്ടായിരിക്കണം, കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കണം. ഇറ്റ് ഷുഡ് ബി കൺസിസ്റ്റൻറ്റ് ഇൻ ദി ഫോർമാറ്റ് ആൻഡ് മെഷർമെൻറ്റ്, അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇവിടെ എമ്മും എഫും ഒക്കെ നമ്മൾ ജെൻഡറിന് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ആ രീതിയിൽ തന്നെ ഉപയോഗിക്കണം, അല്ലേ? ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മെയിൽ ആൻഡ് ഫീമെയിൽ അതിലേക്കൊന്നും നമ്മൾ സ്വിച്ച് ചെയ്യാൻ വേണ്ടി പാടില്ല, അല്ലേ? അപ്പോൾ അത് ഒരു കൺസിസ്റ്റൻസി സൂചിപ്പിക്കുന്നു. കൂടാതെ നമ്മൾ സ്കെയിലബിലിറ്റിയെ കുറിച്ച് പറയുന്നുണ്ട്. ദ വേരിയബിൾ ഷുഡ് ബി സ്കെയിലബിൾ ആൻഡ് ഏബിൾ ടു ഹാൻഡിൽ ലാർജ് എമൗണ്ട്സ് ഓഫ് ഡാറ്റ. നമുക്ക് എത്ര വലിയൊരു ഡാറ്റയാണെങ്കിൽ നമുക്ക് അത് നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് അത്തരത്തിലുള്ള ആ ഒരു പഠന സംവിധാനമാണ് ഉണ്ടാകേണ്ടത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വേരിയബിൾസിനെയാണ് നമ്മൾ ഒരുക്കേണ്ടത്, അല്ലേ? നമ്മൾ ഒരു ഓൺലൈൻ സർവേ ഒക്കെ നടത്തണമെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള ധാരാളം റെസ്പോൺസുകൾ, ഇപ്പോൾ 100 മുതൽ അല്ലെങ്കിൽ 10,000-കണക്കിന് റെസ്പോൺസുകൾ നമുക്ക് വരാം, അല്ലേ? അപ്പോൾ അത്തരത്തിൽ ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റയും നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അത് യോജിച്ച തരത്തിലുള്ള വേരിയബിൾസ് ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതിനാണ് സ്കെയിലബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഇമ്പോർട്ടൻസ് ഓഫ് വേരിയബിൾസ്, ആ ഒരു ടോപ്പിക്ക് കൂടെ നമുക്ക് നോക്കേണ്ടതുണ്ട്. വേരിയബിൾസിൻ്റെ ഇമ്പോർട്ടൻസ് അത് റിസർച്ചിലും ബിസിനസ്സിലും സയൻസിലും ഡാറ്റ അനാലിസിസിലും അങ്ങനെ പല റോളിലും അല്ലെങ്കിൽ പല തലങ്ങളിലും ക്രൂഷ്യലായിട്ടുള്ള റോള് ഈ വേരിയബിൾസ് വഹിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് ഫോർ അണ്ടർസ്റ്റാൻഡിങ് റിലേഷൻഷിപ്പ്, അല്ലേ? അതായത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് സച്ച് ആസ് കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ്, കോറിലേഷൻ. അപ്പോൾ അത്തരത്തിലുള്ള പല കാര്യങ്ങളെക്കുറിച്ചും പഠിക്കുന്നതിന് വേണ്ടി, ഇപ്പോൾ കോസ് ആൻഡ് എഫക്റ്റ് എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ കാരണം എന്താണ്, അല്ലെങ്കിൽ ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് എന്താണ്, അല്ലേ? ഹൗ വൺ തിങ് അഫക്ട്സ് അനദർ, ഒരു കാര്യം മറ്റൊന്നിനെ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പിൽ വരുന്നത്. അതുകൂടാതെ കോറിലേഷൻ പറയാറുണ്ട്, അല്ലേ? കോറിലേഷനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. ഇപ്പോൾ ഹൗ അഡ്വർടൈസിങ് അഫക്റ്റ് സെയിൽസ്, അല്ലേ? ഒരു വേരിയബിൾ മറ്റൊരു വേരിയബിളിനെ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു റിലേഷൻഷിപ്പ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി വേരിയബിൾസ് പഠിക്കുന്നുണ്ട്, അല്ലേ? അപ്പോൾ നമുക്കിവിടെ അഡ്വർടൈസ്മെൻറ്റും സെയിൽസും അതെല്ലാം വേരിയബിൾസ് ആണല്ലേ. ദെൻ അടുത്ത് നോക്കുക, ഫോർ മേക്കിംഗ് പ്രഡിക്ഷൻസ് അബൌട്ട് ഫ്യൂച്ചർ ഔട്ട്കംസ്. നമുക്ക് ഫ്യൂച്ചറിനെ കുറിച്ചല്ല, ഔട്ട്കംസിനെ കുറിച്ച്, അല്ലെങ്കിൽ ഭാവിയിൽ നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെക്കുറിച്ച്, അതിനെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ, പ്രഡിക്ഷന്, അല്ലെങ്കിൽ എന്തായിരിക്കും ഭാവിയിലെ ട്രെൻഡ്, എന്താണ് ബിഹേവിയർ,
തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കാൻ വേണ്ടി സാധിക്കും അല്ലേ. അതായത് നമുക്ക് വേണമെങ്കിൽ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ കാലത്തെ ടെമ്പറേച്ചർ വെച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ, അതായത് ഈ ആഴ്ചത്തെ ഒരു ടെമ്പറേച്ചർ വെച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അടുത്ത ആഴ്ചയും ടെമ്പറേച്ചർ ആകാനുള്ള സാധ്യത, ചൂട് കൂടാനുള്ള സാധ്യത ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും അല്ലേ. അത് പ്രഡിക്ഷൻ നടത്താൻ വേണ്ടി സാധിക്കും. ദെൻ ഫോർ ഐഡൻറ്റിഫൈയിങ് പാറ്റേൺസ് ആൻഡ് ട്രെൻഡ്സ് ഇൻ ഡാറ്റ വിച്ച് ക്യാൻ ഇൻഫോം ഡിസിഷൻ മേക്കിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിങ്. അപ്പോൾ നമുക്ക് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയും പ്രോബ്ലം സോൾവിങ്ങിന് വേണ്ടിയൊക്കെ നമുക്ക് ഈ ഒരു ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് നമുക്കതിൻ്റെ പാറ്റേൺ എന്താണ്, ട്രെൻഡ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് നമുക്ക് തീരുമാനം എടുക്കാൻ വേണ്ടി സാധിക്കും അല്ലേ. അതായത് നമുക്ക് ഫെസ്റ്റിവൽ സീസണിലൊക്കെ നമുക്ക് കൂടുതൽ സെയിൽസ് നടക്കാൻ സാധ്യതയുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ടൈം ബൗണ്ടായിട്ട്, ടൈം ബേസ്ഡ് ആയിട്ടുള്ള ഡാറ്റ കിട്ടുകയാണെങ്കിൽ നമുക്കതിനെ അനുസരിച്ചുകൊണ്ട് നമുക്ക് ആ ഒരു കാര്യത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും അല്ലേ. അതുകൂടാതെ ഹൈപ്പോത്തീസിസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി റിസർച്ചിലൊക്കെ ചില സങ്കല്പങ്ങൾ, അനുമാനങ്ങൾ അതിനൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് റിസർച്ചിലുള്ള പഠനങ്ങളൊക്കെ നടക്കുന്നത് അല്ലേ. അപ്പോൾ അത് ഉദാഹരണം പറഞ്ഞാൽ ഡെഫ് സ്ലീപ്പ് ടൈം അഫക്റ്റ് മെമ്മറി, നമുക്ക് നമ്മുടെ മെമ്മറിയെ, നമ്മുടെ ഉറക്കത്തിൻ്റെ ആ ഒരു ടൈം അഫക്റ്റ് ചെയ്യുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ വെച്ചുകൊണ്ട്, അതായത് നമ്മളിവിടെ സ്ലീപ്പിനെ നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളായിട്ടും മെമ്മറിയെ ഡിപ്പെൻഡൻറ്റ് വേരിയബിളാക്കിയിട്ട് എടുത്തുകൊണ്ട് നമ്മൾ ഒരു ഹൈപ്പോത്തീസിസ് സെറ്റ് ചെയ്ത് അത് ശരിയാണെന്ന് ടെസ്റ്റ് ചെയ്താണ് നടക്കുന്നത് അല്ലേ. അപ്പോൾ ആ ഹൈപ്പോത്തീസിസ് ടെസ്റ്റിങ്ങിലൊക്കെ എന്താണ്, വേരിയബിൾസ് ആവശ്യമാണ്. ദെൻ ഫോർ ഫെസിലിറ്റേറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ, നമുക്ക് കമ്മ്യൂണിക്കേഷൻ കൂടുതൽ ഉപയോഗപ്രദമാക്കാൻ വേണ്ടിയും അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് വേണ്ടിയൊക്കെ നമ്മൾ ഈ വേരിയബിൾസ് ഉപയോഗിക്കാറുണ്ട്. സ്റ്റുഡൻസ് വിത്ത് മോർ സ്റ്റഡി അവേഴ്സ് സ്കോർ ഹയർ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലേ. ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഓതൻറ്റിക്കായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇത്തരത്തിലുള്ള വേരിയബിൾസും അതിനെക്കുറിച്ചുള്ള പഠനങ്ങളും സഹായിക്കുന്നുണ്ട്. ദെൻ ഫോർ ഇംപ്രൂവിങ് ദ ആക്യുറസി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ മെഷീൻ മോഡൽസ്. അപ്പോൾ അത്തരത്തിലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽസ് അതിൻ്റെ ആ ഒരു ആക്യുറസി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഇതുപോലുള്ള നല്ല രീതിയിലുള്ള വേരിയബിൾസ്, അതിന് യോജിക്കുന്ന വേരിയബിൾസ് നമ്മൾ ഉപയോഗിക്കേണ്ടതാണ് അല്ലേ. അതായത് മോർ ബെറ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ മോർ റിലയബിൾ ആയിട്ടുള്ള വേരിയബിൾസൊക്കെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡലുകൾ ഉപയോഗിക്കേണ്ടതാണ്. അതുകൂടാതെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഡാറ്റ അനാലിസിസിന് വേണ്ടിയും നമ്മൾ ഉപയോഗിക്കേണ്ടതാണ് അല്ലേ. അതായത് ഡാറ്റ ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും തന്നെ അനലൈസ് ചെയ്യാനില്ല അല്ലേ. അപ്പോൾ ഇവിടെ ഡാറ്റ കളക്ട് ചെയ്യുന്ന ഏത് രൂപത്തിലാണ്, വേരിയബിൾസിൻ്റെയൊക്കെ രൂപത്തിലാണ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നത് അല്ലേ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കസ്റ്റമറുടെ ബിഹേവിയർ അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ, അപ്പോൾ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള വേരിയബിൾസ് നമ്മൾ കളക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് അവരുടെ ഏജ് എത്രയാണ്, അവരുടെ ജെൻഡർ എത്രയാണ്, അവരുടെ സ്പെൻഡിങ് പാറ്റേൺ, അവരുടെ ഇൻകം അല്ലേ, അല്ലെങ്കിൽ പ്രൊഫഷൻ എന്താണ്. അപ്പോൾ അത്തരത്തിലുള്ള വേരിയബിൾസിനെയൊക്കെ ബേസ് ചെയ്താണ് ആ ഒരു കസ്റ്റമറുടെ ബിഹേവിയറിനെ കുറിച്ച് നമുക്ക് പഠിക്കാൻ വേണ്ടി സാധിക്കും അല്ലേ. അപ്പോൾ ആ ഡാറ്റ അനാലിസിസിന് വേണ്ടി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേരിയബിൾസ് ആർ കളക്റ്റഡ് ആൻഡ് അനലൈസ്ഡ് അല്ലേ. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയും വേരിയബിൾസ് ഉപയോഗിക്കുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ യൂണിവേരിയേറ്റ് ആൻഡ് ബൈവേരിയേറ്റ് ഡാറ്റ അനാലിസിസ് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്ക് കൂടെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടെ പഠിച്ചു വയ്ക്കാനുണ്ട്. നമുക്കത് അടുത്ത ക്ലാസ്സിൽ നോക്കാം.